വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 23 60 മുതൽ 62 വരെയുള്ള സൂക്തങ്ങൾ. ഒരിക്കൽ തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവരാണെന്ന ബോധത്തോടെ തങ്ങൾക്കുള്ളതിൽ നിന്നും ആത്മാർത്ഥമായി ദാനം ചെയ്യുന്നവരാണവർ. അവരാണ് സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്നവരും അതിൽ ജാഗ്രത പാലിക്കുന്നവരും. ഒരാളോടും അവൻ്റെ കഴിവിന് അതീതമായതൊന്നും നാം കൽപ്പിക്കുന്നില്ല. സത്യം തുറന്നു പറയുന്ന ഒരു ഗ്രന്ഥം നമ്മുടെ അടുത്തുണ്ട്. അതിനാൽ ആരോടും ഒരനീതിയും ഉണ്ടാവുകയില്ല. യഥാർത്ഥ ഈശ്വരവിശ്വാസികളിൽ അനിവാര്യമായും കാണപ്പെടേണ്ട ചില സവിശേഷതകളാണ് ഈ സൂക്തങ്ങളിൽ വിവരിക്കുന്നത്. അവർ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും വളരെ ജാഗ്രതയും ആത്മാർത്ഥതയും ഉണ്ടായിരിക്കും. അവർ ചെയ്യുന്ന ആരാധനാകർമ്മങ്ങളായ നമസ്കാരം, വ്രതാനുഷ്ഠാനം, ദാനധർമ്മങ്ങൾ, ഹജ്ജ് ഇവയൊക്കെ തന്നെ അത് ചെയ്യുമ്പോൾ ഇനി ഞങ്ങൾക്ക് മരണാനന്തരം പരലോകത്ത് സ്വർഗം ഉറപ്പാണ് എന്ന അഹന്തയും വ്യാമോഹമൊന്നും അവരെ പിടികൂടുകയില്ല. മറിച്ച് ഞങ്ങളുടെ ആ ഉദ്ദേശശുദ്ധിയിൽ വല്ല കളങ്കവും ഉണ്ടായിട്ടുണ്ടോ, ചെയ്തു കൂട്ടിയ കർമ്മങ്ങളിൽ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും കുറഞ്ഞു പോയിട്ടുണ്ടോ, ഞങ്ങളുടെ കർമ്മങ്ങൾ ദൈവം സ്വീകരിക്കുമോ ഇത്യാദി ചിന്തകളാൽ ചകിതരായിരിക്കും അവരുടെ മനസ്സുകൾ. തുടർന്ന് പറയുന്നത്, ദൈവം ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത കാര്യങ്ങൾ നിർബന്ധിച്ച് കൽപ്പിക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലും പ്രവാചകചര്യയിലും പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടവരാണ് വിശ്വാസികൾ. പക്ഷേ എല്ലാവർക്കും ഒരേപോലെ അതൊക്കെ പൂർത്തിയായി അല്ലെങ്കിൽ പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥകളുണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് ചെയ്യൽ വിശ്വാസിക്ക് നിർബന്ധമാണ്. പക്ഷെ അവിടെ പറയുന്നുണ്ട് ആരോഗ്യവും അതുപോലെ സാമ്പത്തിക ശേഷിയുമുള്ളവർക്കാണ് അത് നിർബന്ധമായി പറയുന്നത്. ഇപ്പോൾ നോമ്പാണെങ്കിൽ, വ്രതാനുഷ്ഠാനമാണെങ്കിൽ രോഗികൾക്കും വൃദ്ധർക്കും അത് അനുഷ്ഠിക്കുന്നതിൽ ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. അതല്ലെങ്കിൽ അതിന് പകരം പ്രായശ്ചിത്തം നൽകിയാലും മതി. സക്കാത്ത് ദാനധർമ്മങ്ങൾ, നിർബന്ധ ദാനം ആണെങ്കിൽ അതിൻ്റെ കണക്കും തോതും അനുസരിച്ചാണ് നിർവഹിക്കേണ്ടത്. അതിൻ്റെ കണക്ക് തോതൊന്നും ഇല്ലാത്തവർക്ക് അതിൻ്റെ നിർബന്ധമാകുന്നുമില്ല. ഇപ്പം നമസ്കാരം അത് നിന്നുകൊണ്ടാണ് നിർവഹിക്കേണ്ടത്. അതിന് കഴിയാത്തവർക്ക് ഇരിക്കാനും കഴിയാത്തവർക്ക് കിടന്നുകൊണ്ട് നമസ്കരിക്കാം. അപ്പോൾ ഇങ്ങനെ ഏത് കാര്യവും അനുഷ്ഠിക്കുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും എളുപ്പകരമായ രീതിയിൽ നിർവഹിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ ഖുർആനിൽ പല സൂക്തങ്ങളിലും ആവർത്തിച്ച് പറയുന്നതായിട്ട് കാണാം, ദൈവം എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, അവൻ തൻ്റെ അടിമകൾക്ക് പ്രയാസം സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്.